എല്ലാവർക്കും നമസ്കാരം. 28/12/2024 നടന്ന 10th ലെവൽ പ്രിലിംസിൻ്റെ സ്റ്റേജ് 1ലെ മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി എന്ന ഭാഗത്തുള്ള ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം, സമചതുരാകൃതിയായ ഒരു തുണിയുടെ നീളം 1 മീറ്റർ ആണ്. ആ തുണിക്ക് 100 രൂപ വിലയുണ്ട് എങ്കിൽ ആ തുണിയുടെ പകുതി നീളവും വീതിയുമുള്ള സമചതുരാകൃതിയായ പുതിയ തുണിയുടെ വില എത്രയാകും? നമുക്കറിയാം, സമചതുരത്തിൻ്റെ പരപ്പളവ് എന്ന് പറയുന്നത് A² ആണ്. A എന്ന് പറഞ്ഞാൽ വശത്തിൻ്റെ നീളമാണ്. ഇവിടെ നമുക്ക് വശത്തിൻ്റെ നീളം അറിയാം, 1 മീറ്റർ ആണ്. അപ്പോൾ അതിൻ്റെ പരപ്പളവ് എന്ന് പറയുന്നത് 1², അതായത് 1 മീറ്റർ സ്ക്വയർ എന്ന് തന്നെ വരും. ഈ 1 മീറ്റർ സ്ക്വയർ തുണിയുടെ വിലയാണ് 100 രൂപ. ഇനി വശത്തിൻ്റെ നീളം പകുതിയാക്കി കഴിഞ്ഞാൽ അതിൻ്റെ പരപ്പളവ് എന്ന് പറയുന്നത് 1/2 സ്ക്വയർ ആയിട്ട് മാറും. അതിൻ്റെ ഉത്തരവായിട്ട് നമുക്ക് 1/4 മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. അതായത് തുണിയുടെ നീളം പകുതിയാക്കുമ്പോൾ പരപ്പളവ് 1/4 കുറയുന്നു. അതിനർത്ഥം വിലയും 1/4 കുറയും. 100ൻ്റെ 1/4 എന്ന് പറയുന്നത് 25 ആണ്. 100നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് 25 എന്ന് കിട്ടും. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം 25 ആണ്. അതായത് ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ. അടുത്ത ചോദ്യം, ഏത് 2 ചിഹ്നങ്ങൾ പരസ്പരം മാറ്റിയാലാണ് 5 + 3 × 8 - 12 / 4 = 3 എന്ന സമവാക്യം ശരിയാവുക? ഇവിടെ നമ്മൾ ചോദ്യത്തിലേക്ക് ഈ ഓരോ ഓപ്ഷനിലെ ചിഹ്നങ്ങളും ഇട്ട് നോക്കിയാൽ മതി. പെട്ടെന്ന് തന്നെ നമുക്ക് ഉത്തരം കിട്ടും. എ എന്ന ഓപ്ഷൻ നമ്മൾ ഇട്ട് നോക്കുമ്പോൾ ഉത്തരം കിട്ടില്ല. നമ്മളിനി ബി എന്ന ഓപ്ഷൻ ഇട്ട് നോക്കാൻ പോവാണ്. അവിടെ മൈനസ് എന്ന ചിഹ്നത്തിന് പകരം ഹരണചിഹ്നവും അതുപോലെ ഹരണചിഹ്നത്തിന് പകരം മൈനസ് എന്ന ചിഹ്നവും കൂടി ഇട്ട് നോക്കുവാണ്. അങ്ങനെ ഇട്ട് നോക്കുമ്പം നമുക്ക് ഉത്തരം 3 എന്ന് കിട്ടും. അതായത് ഈ രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണെന്ന് മനസ്സിലാക്കാം. അടുത്ത ചോദ്യം, 2 സംഖ്യകളുടെ ലസാഗു 60, ഉസാഗ 3. ഈ 2 സംഖ്യകളിൽ ഒരു സംഖ്യ 12 ആണെങ്കിൽ രണ്ടാമത്തെ സംഖ്യ ഏത്? നമുക്കറിയാം, 2 സംഖ്യകളുടെ ഗുണനഫലം എന്ന് പറയുന്നത് അവയുടെ ലസാഗുവിൻ്റെയും ഉസാഗയുടെയും ഗുണനഫലത്തിന് തുല്യമായിരിക്കും. ആ ഒരു കൺസെപ്റ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ കണക്ക് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ 60 × 3 = 12 × രണ്ടാമത്തെ സംഖ്യ. ഇതൊന്ന് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം 15 എന്ന് കിട്ടും. രണ്ടാമത്തെ സംഖ്യ 15 ആണെന്ന് മനസ്സിലാക്കാം. അതായത് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. അടുത്ത ചോദ്യം, √15² + 12² - 2 × 15 × 12. ഇത് എത്രയാണെന്ന് ചോദിച്ചേക്കുവാണ്. ഇത് സോൾവ് ചെയ്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഇതൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. A² + B² - 2AB എന്ന ഫോമിലാണ് ആ ചോദ്യം കിടക്കുന്നത്. A² + B² - 2AB എന്ന് പറയുന്നത് A - B ഹോൾ² ആണ്. അപ്പോൾ ആ ഭാഗത്ത് നമ്മൾ A - B ഹോൾ² ഇട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉത്തരം കിട്ടും. ഇവിടെ A എന്ന് പറയുന്നത് 15ഉം B എന്ന് പറയുന്നത് 12ഉമാണ്. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 15 - 12 ഹോൾ² എന്ന് കിട്ടും. നമുക്കറിയാം, അവിടെ ഒരു റൂട്ട് കിടപ്പുണ്ട്, സ്ക്വയർ റൂട്ട് കിടപ്പുണ്ട്. അപ്പോൾ ഇവിടുത്തെ സ്ക്വയർ റൂട്ടും കൂടി ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കിയുള്ളത് 15 - 12 മാത്രമാണ്. അത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഉത്തരം 3 എന്ന് കിട്ടും. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. അടുത്ത ചോദ്യം, ഒരു മിശ്രിതത്തിൽ 4 ഭാഗം വെള്ളവും 5 ഭാഗം പാലുമാണ്. ഇതിൽ വെള്ളത്തിൻ്റെ അളവ് 80 ml ആയാൽ പാലിൻ്റെ അളവ് എത്ര? 4 ഭാഗം എന്ന് പറയുന്നത് 80 ml ആണെന്ന് തന്നിട്ടുണ്ട്. 5 ഭാഗം എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ 4 = 80, 5 ആകുമ്പോൾ എത്ര വരും? ആ കണ്ടുപിടിക്കാനുള്ളതിന് നമ്മൾ x ആയിട്ട് എടുക്കുന്നു. അതിനുശേഷം ഇതിനെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഉത്തരം കിട്ടും. 80 × 5 / 4. ഇത് ചെയ്ത് കഴിയുമ്പോൾ x എന്ന് പറയുന്നത് 100 ml ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതായത് ഇവിടുത്തെ ഉത്തരം ഓപ്ഷൻ എ ആണ്.
അടുത്ത ചോദ്യം 32 ഗുണം 10 ഡിവൈഡഡ് ബൈ 10 മൈനസ് 2. ഇതിൽ നിന്നും 20 കുറച്ചാൽ എത്ര കിട്ടും? ഇവിടെ നമുക്ക് നേരിട്ട് ചെയ്യാൻ പറ്റും. 32നെ 10 കൊണ്ട് ഗുണിച്ചാൽ 320 കിട്ടും. അതുപോലെ 10ൽ നിന്നും 2 പോയാൽ 8 കിട്ടും. ഇനി 320നെ 8 കൊണ്ട് ഹരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 40 എന്ന് കിട്ടും. ഈ 40ൽ നിന്നും 20 പോയിട്ടുണ്ടെങ്കിൽ മിച്ചം 20 തന്നെയായിരിക്കും ഉത്തരം കിട്ടുക. അപ്പോൾ നേരിട്ട് നമുക്ക് ഉത്തരത്തിൽ എത്തിച്ചേരാൻ പറ്റും. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്, 20 ആണ്. അടുത്ത ചോദ്യം 6.4 സ്ക്വയർ മൈനസ് 3.6 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2.8. ഇത് എത്രയാണെന്ന് കണ്ടുപിടിക്കാനാണ് ചോദിച്ചേക്കുന്നത്. ചോദ്യത്തിൻ്റെ മുകൾ ഭാഗം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഇത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന ഫോമിലാണ് കിടക്കുന്നത്. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറയുന്നത് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണ്. ഇവിടെ എ എന്ന് പറയുന്നതിനെ 6.4 ആയിട്ട് എടുക്കണം, ബീനെ 3.6 ആയിട്ടും എടുക്കണം. എന്നിട്ട് നമ്മൾ ഇക്വേഷനിലേക്ക് സംഖ്യയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ്. അപ്പോൾ 6.4 പ്ലസ് 3.6 ഇൻറ്റു 6.4 മൈനസ് 3.6 ഡിവൈഡഡ് ബൈ 2.8 എന്ന് കിട്ടും. ഇവിടെ 6.4നെയും 3.6നെയും ആഡ് ചെയ്യുമ്പോൾ 10 എന്ന് കിട്ടും. അതുപോലെ സബ്സ്ട്രാക്റ്റ് ചെയ്യുമ്പോൾ 2.8 എന്നും കിട്ടും. അങ്ങനെ 10 ഗുണം 2.8 ഡിവൈഡഡ് ബൈ 2.8 എന്ന് കിട്ടുന്നു. ഇതിൽ 2.8 മേളിലും താഴെയും ക്യാൻസൽ ചെയ്ത് പോകും. മിച്ചം നമുക്ക് ഉത്തരം 10 എന്ന് കിട്ടും. അതായത് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് 10 ആണ്. എട്ടാമത്തെ ചോദ്യം 16.3 സെൻറ്റിമീറ്റർ വശമുള്ള ഒരു സമഭുജ ത്രികോണത്തിൻ്റെയും 12.1 സെൻറ്റിമീറ്റർ വശമുള്ള ഒരു സമചതുരത്തിൻ്റെയും ചുറ്റളവുകൾ തമ്മിലുള്ള വ്യത്യാസം എത്ര? ഇവിടെ തന്നേക്കുന്നത് സമഭുജ ത്രികോണവും സമചതുരവുമാണ്. അവയുടെ പ്രത്യേകത എന്ന് പറയുന്നത് വശങ്ങളുടെ അളവുകൾ തുല്യമായിരിക്കും. ഇവിടെ നമുക്ക് ചെയ്യാനുള്ളത് സമഭുജ ത്രികോണത്തിൻ്റെ ചുറ്റളവ് ആദ്യം കണ്ടുപിടിക്കണം. അതിനു വേണ്ടി ത്രികോണത്തിന് 3 വശങ്ങളുണ്ടെന്ന് നമുക്കറിയാം. 3 വശങ്ങളും തുല്യമായിരിക്കുമെന്നും അറിയാം. ചുറ്റളവ് കണ്ടുപിടിക്കാൻ വശത്തിൻ്റെ നീളത്തെ 3 കൊണ്ട് ഗുണിച്ചാൽ മതി. ഇവിടെ ഒരു വശത്തിൻ്റെ നീളം 16.3 ആണ്. അതിനെ 3 കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് 48.9 എന്ന് കിട്ടും. പിന്നെ സമചതുരത്തിൻ്റെ ചുറ്റളവ് പിന്നീട് കണ്ടുപിടിക്കുക. 4 ഗുണം വശത്തിൻ്റെ നീളം ചെയ്താൽ സമചതുരത്തിൻ്റെ ചുറ്റളവ് കിട്ടും. അപ്പോൾ നമ്മൾ 4 ഗുണം 12.1 ചെയ്യുന്നു. നമുക്ക് 48.4 എന്ന് കിട്ടും. ഇവർ തമ്മിലുള്ള വ്യത്യാസം കാണാൻ വേണ്ടി 48.9 മൈനസ് 48.4 ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഉത്തരം കിട്ടും 0.5 എന്ന് കിട്ടും. അതായത് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. അടുത്ത ചോദ്യം എൻ്റെ കയ്യിൽ 60 10 രൂപ നോട്ടുകളുണ്ട്. ആ നോട്ടുകളിൽ നമ്പർ ക്രമമായിട്ടാണ്. ആദ്യത്തെ നോട്ടിൻ്റെ നമ്പർ 7575 ആണെങ്കിൽ അവസാന നോട്ടിൻ്റെ നമ്പർ ഏതായിരിക്കും? ഇവിടെ ആദ്യത്തെ നോട്ടിൻ്റെ നമ്പർ തന്നിട്ടുണ്ട് 7575. അപ്പോൾ 60ാമത്തെ നോട്ടിൻ്റെ നമ്പർ കാണാൻ ഇതിൻ്റെ കൂടെ ഒരു 59 കൂടി കൂട്ടിയാൽ മതി. അപ്പോൾ നമുക്ക് ഉത്തരം കിട്ടും 7634. അതായത് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി. അടുത്ത ചോദ്യം വിട്ടുപോയ പദസംഖ്യ ഏത്? 1 5 11 19 29 -55. അപ്പോൾ 29നും 55നും ഇടയ്ക്കുള്ള സംഖ്യയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും 1ഉം 5ഉം തമ്മിലുള്ള വ്യത്യാസം 4 ആണ്. അതുപോലെ 11ഉം 5ഉം തമ്മിലുള്ള വ്യത്യാസം 6 ആണ്. 19ഉം 11ഉം തമ്മിലാണെങ്കിലോ 8. അതായത് 4 6 8 10 അങ്ങനെയാണ് ഈ ശ്രേണി തമ്മിലുള്ള ഇവരുടെ വ്യത്യാസം പോകുന്നത്. അപ്പോൾ 29ൻ്റെ കൂടെ ഒരു 12 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വിട്ടുപോയ സംഖ്യ കണ്ടുപിടിക്കാൻ പറ്റും. അതായത് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് 41 ആണ്. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി. അടുത്ത ചോദ്യം ഒരു പ്രത്യേക ഭാഷയിൽ FILE എന്നത് UROV എന്ന് എഴുതിയിരിക്കുന്നു എങ്കിൽ ആ ഭാഷയിൽ SOUR എന്നത് എങ്ങനെ എഴുതാം?
ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഇത് റിവേഴ്സ് ആൽഫബറ്റ് ഓർഡറിലാണ് എഴുതിയേക്കുന്നത്. അതായത് എ എന്നതിന് പകരം അവർ ഇസഡ് എന്നാണ് എഴുതിയേക്കുന്നത്. എ എന്നത് ആദ്യത്തെ അക്ഷരമാണ്, പുറകിൽ നിന്ന് ആദ്യത്തെ അക്ഷരമാണ് ഇസഡ്. അപ്പോൾ എയ്ക്ക് പകരം ഇസഡ് എഴുതിയിരിക്കുന്നു. ആ രീതിയിലാണ് ഇവർ എല്ലാം എഴുതിയേക്കുന്നത്. SOU ആകുന്നതിന് പകരം നമുക്ക് റിവേഴ്സ് ആൽഫബറ്റ് വെച്ച് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ HLFI എന്ന് കണ്ടെത്താം. അതായത് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. അടുത്ത ചോദ്യം, ഒരു കുടുംബത്തിൽ അജയനും അയാളുടെ ഭാര്യയും 4 ആൺമക്കളും അവരുടെ ഭാര്യമാരും ഉണ്ട്. ഓരോ ആൺമക്കൾക്കും 3 വീതം ആൺകുട്ടികളും 2 വീതം പെൺകുട്ടികളുമുണ്ട്. എങ്കിൽ ആ കുടുംബത്തിൽ എത്ര ആണുങ്ങളുണ്ട്? ഈ ചോദ്യം നമുക്ക് നേരിട്ട് ഉത്തരം കണ്ടെത്താൻ പറ്റും. അജയൻ എന്ന് പറയുന്നത് ഒരാണാണ്. അതുപോലെ അയാളുടെ 4 ആൺമക്കൾ. അപ്പോൾ അജയൻ ഒരാണ്, 4 ആൺമക്കൾ. ഇപ്പോൾ ആകെ 5 പേരായി. ഈ 4 ആൺമക്കൾക്കും 3 വീതം ആൺകുട്ടികളുണ്ട്. അതായത് 4 ഗുണം 3 12 കുട്ടികൾ അവിടെയുണ്ട്. അപ്പോൾ ആകെ 17 ആണുങ്ങൾ ആ വീട്ടിലുണ്ട്. അജയൻ ഒരാണ്, അയാളുടെ 4 ആൺമക്കൾ, പിന്നെ അടുത്ത തലമുറയിലെ 12 ആൺകുട്ടികൾ. അങ്ങനെ ആകെ മൊത്തം 17 ആണുങ്ങളാണ് ആ വീട്ടിലുള്ളത്. അതായത് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. അടുത്ത ചോദ്യം, ഒരു ക്രിക്കറ്റ് കളിയിൽ ആദ്യത്തെ 10 ഓവറിലെ റൺ നിരക്ക് 3.2 ആണ്. ബാക്കിയുള്ള 40 ഓവറിൽ ഏത് റൺ നിരക്കിൽ റൺ എടുത്താലാണ് എതിർ ടീമിനെതിരെ 282 റൺസ് നേടാൻ സാധിക്കുക? ഇവിടെ നോക്കുക, ആദ്യത്തെ 10 ഓവറിൽ 3.2 ആണ് റൺ നിരക്ക്. അതായത് ആദ്യത്തെ 10 ഓവറിൽ 32 റൺസാണ് നേടിയിരിക്കുന്നത്. ആകെ എടുക്കേണ്ടത് 382 റൺസാണ്. അപ്പോൾ ബാക്കിയുള്ളത് 250 റൺസാണ് വേണ്ടത്. ഈ 250 റൺസ് 40 ഓവറിലാണ് എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് 250/40 ചെയ്ത് കഴിയുമ്പോൾ റൺ നിരക്ക് കിട്ടും. അത് 6.25 എന്ന് കിട്ടും. അതായത് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. അടുത്ത ചോദ്യം, ജോസഫ് ഒരു സ്ഥലത്ത് നിന്നും വേറൊരു സ്ഥലത്തേക്ക് 30 km/h വേഗതയിലും തിരിച്ച് 120 km/h വേഗതയിലും സഞ്ചരിച്ചു. ഈ 2 ദൂരങ്ങളും കൂടി സഞ്ചരിക്കാൻ 5 മണിക്കൂർ എടുത്തുവെങ്കിൽ ഒരു വശത്തേക്ക് ജോസഫ് സഞ്ചരിച്ച ദൂരം എത്തുക. ഇവിടെ നമുക്കറിയാം, ഒരു വശത്തേക്ക് പോകാൻ 30 കിലോമീറ്ററും തിരിച്ചു വരാൻ 120 km/h എടുത്തത്. അതായത് നമ്മളിവിടെ ശരാശരി വേഗമാണ് കണ്ടുപിടിക്കേണ്ടത്. ശരാശരി വേഗം കണ്ടുപിടിക്കാനുള്ള സമവാക്യം 2AB / A+B ആണ്. ആ ഇക്വേഷനിലോട്ട് നമ്മൾ വാല്യൂസ് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ 5 മണിക്കൂർ എന്ന സമയം തന്നിട്ടുണ്ട്. ഈ 5 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഉത്തരം 240 എന്ന് കിട്ടും. ഇത് ആകെ സഞ്ചരിച്ച ശരാശരി വേഗമാണ്. നമുക്ക് ചോദ്യത്തിൽ ഒരു വശത്തേക്ക് പോകാനുള്ള ദൂരമാണ് കണ്ടുപിടിക്കേണ്ടത്. അതിനുവേണ്ടി നമുക്ക് കിട്ടിയ ഉത്തരത്തെ 2 കൊണ്ട് ഹരിക്കണം. അങ്ങനെ ഉത്തരം 120 കിലോമീറ്റർ എന്ന് കിട്ടും. അതായത് നമ്മുടെ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. അടുത്ത ചോദ്യം, 2850 രൂപയ്ക്ക് ഒരു സൈക്കിൾ വിറ്റപ്പോൾ 14% ലാഭം കിട്ടി. ലാഭശതമാനം 8% മാത്രമേ വേണ്ടുവെങ്കിൽ എത്ര രൂപയ്ക്ക് സൈക്കിൾ വിൽക്കണം? ഇവിടെ നമുക്കറിയാം, 2850 രൂപയ്ക്ക് സൈക്കിൾ വിറ്റപ്പോൾ 14% ലാഭം കിട്ടി. അതായത് സൈക്കിളിൻ്റെ വില 100% നമ്മൾ എടുക്കുകയാണെങ്കിൽ 114% 2850 എന്ന് പറയുന്നത്. പക്ഷേ നമുക്ക് 8% ലാഭം മതി. അങ്ങനെയാണെങ്കിൽ 108% എത്ര രൂപയാണ് എന്ന് കണ്ടുപിടിക്കണം. അതിനുവേണ്ടി ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മാത്രം ചെയ്താൽ മതി. 108 ഗുണം 2850 / 114 ചെയ്യുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടും. ഉത്തരം 2700 എന്ന് കിട്ടും. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. അടുത്ത ചോദ്യം, 3 വയസ്സിൻ്റെ വ്യത്യാസത്തിൽ ജനിച്ച 5 കുട്ടികളുടെ വയസ്സുകളുടെ തുക 50 ആണെങ്കിൽ ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടിയുടെ വയസ്സ് എത്രയായിരിക്കും? ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ശരാശരി വയസ്സ് ആദ്യം കണ്ടുപിടിക്കണം.
നമ്മുടെ 5 കുട്ടികളാണ് ആകെയുള്ളത്. അതിൽ മൂന്നാമത്തെ കുട്ടിയുടെ വയസ്സെന്ന് പറയുന്നത് ശരാശരിയായിരിക്കും. 50നെ 5 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് മൂന്നാമത്തെ കുട്ടിയുടെ വയസ്സ് കിട്ടും. അത് 10 എന്ന് കിട്ടും. മറ്റൊരു കാര്യം ഇവിടെ തന്നിട്ടുണ്ട്. 3 വയസ്സിൻ്റെ വ്യത്യാസമാണ് എല്ലാവർക്കും ഉള്ളത്. ഇതൊരു ശ്രേണി പോലെയാണ് പോകുന്നത്. അപ്പോൾ 10ൽ നിന്നും 3 കുറയ്ക്കുമ്പോൾ 7 കിട്ടും. അത് രണ്ടാമത്തെ കുട്ടിയുടെ പ്രായം. ഒന്നാമത്തെ കുട്ടിയുടെ പ്രായം കണ്ടുപിടിക്കാൻ 7ൽ നിന്നും വീണ്ടും 3 കുറച്ചാൽ മതി. അങ്ങനെ 4 എന്ന് കിട്ടും. അതായത് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ 4. അടുത്ത ചോദ്യം 853 ഗുണം 1346 ഗുണം 452 ഗുണം 226 എന്ന ഗുണനഫലത്തിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തെ സംഖ്യ ഏത്? ഇത് വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. ഈ ചോദ്യത്തിൽ തന്നിരിക്കുന്ന സംഖ്യകളുടെ എല്ലാം ഒന്നിൻ്റെ സ്ഥാനത്ത് കിടക്കുന്ന അക്കം എടുക്കുക. അവ തമ്മിൽ ഗുണിച്ചിട്ട് വീണ്ടും അവയുടെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒറ്റയുടെ സ്ഥാനത്തെ ഈ ഗുണനഫലത്തിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ നോക്കുക, ആദ്യത്തേതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്ത് കിടക്കുന്നത് 3 ആണ്, രണ്ടാമത്തേതിൻ്റെ 6 ആണ്, മൂന്നാമത്തേതിൻ്റെ 2, നാലാമത്തേതിൻ്റെയും 6. ഇനി 3 ഗുണം 6 ചെയ്യുമ്പോൾ നമുക്ക് 18 കിട്ടും. 2 ഗുണം 6 ചെയ്യുമ്പോൾ 12 കിട്ടും. വീണ്ടും അവയുടെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം എടുത്ത് ഗുണിക്കുവാണ്. 8 ഗുണം 2 അങ്ങനെ ചെയ്യുമ്പോൾ 16 എന്ന് കിട്ടും. അതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കമോ അത് 6 ആണ്. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി 6. അടുത്ത ചോദ്യം, തന്നിരിക്കുന്ന ജോഡികളിൽ ഒരു ജോഡി മാത്രം മറ്റ് 3 ജോഡികളിൽ നിന്നും വ്യത്യസ്തമാണ്. ആ ജോഡി ഏത്? ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉത്തരം കിട്ടും. ഓപ്ഷൻ എ നോക്കുക, 17ഉം 71. അതായത് 17 തിരിച്ചെഴുതിയേക്കുന്നതാണ് 71. ഓപ്ഷൻ ബി നോക്കുക, 23, 32. അതും 23 തിരിച്ചിട്ടേക്കുന്നതാണ് 32. സി നോക്കുക, 19, 90. അവിടെ 19 തിരിച്ചിട്ടേക്കുന്നതല്ല, അപ്പോൾ അതിലൊരു തെറ്റുണ്ട്. ഇനി ഓപ്ഷൻ ഡി നോക്കുക, 46, 64. അതും 46 തിരിച്ചിട്ടേക്കുന്നതാണ് 64. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ജോഡികളിൽ വ്യത്യസ്തമായിട്ട് നിൽക്കുന്നത് ഓപ്ഷൻ സി ആണ്. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി. അടുത്ത ചോദ്യം, മോഹൻ്റെ ഒരു മാസത്തെ വരുമാനം 50,000 രൂപയാണ്. വരുമാനത്തിൻ്റെ 15% മക്കളുടെ പഠനത്തിനും 28% വീട് ചെലവിനും 10% വാടകയ്ക്കും ഉപയോഗിക്കുന്നു. എങ്കിൽ മാസാവസാനം മോഹൻ്റെ സമ്പാദ്യം എത്രയാണ്? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ആകെ വരുമാനത്തെ 100% എടുക്കുന്നു. പിന്നീട് അവിടെ എന്തിനൊക്കെയാണ് ചെലവ് വന്നത് അത് ആകെ കൂട്ടി നോക്കിയിട്ട് ഈ ശതമാനത്തിൽ നിന്ന് കുറയ്ക്കുകയാണ്. അതായത് ചെലവ് വന്നത് 15 + 28 + 10, ആകെ മൊത്തം 53% ഇവിടെ ചിലവായിട്ട് വന്നേക്കുന്നത്. ഈ 53നെ 100% നിന്ന് കുറച്ച് കഴിഞ്ഞാൽ 47% എന്ന് കിട്ടും. അതായത് നമ്മുടെ ബാക്കിയുള്ള സമ്പാദ്യം, മോഹൻ്റെ സമ്പാദ്യം എന്ന് പറയുന്നത് 47%. അത് എത്രയാണെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഉത്തരമാകും. അത് കണ്ടുപിടിക്കാനായിട്ട് 47 ÷ 100 × 50,000 ചെയ്താൽ മതി. അങ്ങനെ ചെയ്യുമ്പം 23,500 എന്ന് ഉത്തരം കിട്ടും. ഇവിടുത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. അടുത്ത ചോദ്യം, 5 - 1/4 + 2.5 + 2.25 ഇതെത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. നമ്മൾ ആദ്യം ആ ബ്രാക്കറ്റിൽ കിടക്കുന്നത് ചെയ്യണം. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാകും. 1/4 അതെന്ന് പറയുന്നത് 1/4 ഭാഗമാണ്, 1/4. പിന്നെ 2.5, ഒരു 2.5 ഉണ്ട്, 2.25 ഉണ്ട്. 2.25ഉം 1/4ഉം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 2.5 ആകും. വീണ്ടും കിടക്കുന്നത് ഒരു 2.5 ആണ്. അങ്ങനെ 2.5യും 2.5യും കൂടി ചേരുമ്പോൾ 5 ആകും. അതായത് ആ ബ്രാക്കറ്റിൻ്റെ അകത്തുള്ള സംഖ്യകളുടെ തുക 5 എന്ന് കിട്ടും. ബ്രാക്കറ്റിൻ്റെ വെളിയിൽ ഒരു 5 കിടപ്പുണ്ട്. 5ൽ നിന്നും 5 പോയിട്ടുണ്ടെങ്കിൽ 0 എന്ന് ഉത്തരം കിട്ടും. അതായത് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി 0. ഇത്രയും ചോദ്യങ്ങളായിരുന്നു കണക്കിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. എല്ലാ ചോദ്യങ്ങളും തന്നെ ചെയ്ത് പഠിക്കുക. ഹാപ്പി ലേണിംഗ്. താങ്ക് യു.